ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ LDF, UDF മുന്നണികൾ വർഗീയത ഇളക്കിവിട്ടുവെന്നും ന്യൂനപക്ഷ മത തീവ്രവാദ ശക്തികളെ ഇരു മുന്നണികളും കൂട്ടുപിടിച്ചുവെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. അതിതീവ്രമായ വർഗീയ ധ്രുവീകരണമാണ് ഇരു മുന്നണിയും നടത്തിയതെന്നും PK കൃഷ്ണദാസ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഈ രാഷ്ട്രീയ ഗൂഢാലോചന കേരളത്തിൽ വരും കാലങ്ങളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. മത തീവ്രവാദ സംഘടനകളാണ് LDF-ന്റെയും UDF-ന്റെയും പ്രചരണ അജണ്ട നിശ്ചയിച്ചത്. തീവ്രവാദ സംഘടനകൾക്ക്, ഭീകര സംഘടനകൾക്ക് കേരളത്തിൽ നടത്തേണ്ട പ്രചരണം അത് LDF-നെ കൊണ്ടും UDF-നെ കൊണ്ടും നടത്തിച്ചു. LDF-നെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെടും എന്ന് തിരിച്ചറിഞ്ഞ രണ്ട് മുന്നണികളും മുസ്ലിം വോട്ടുകൾ കൗശലപൂർവ്വം കരസ്ഥമാക്കാനുള്ള നീക്കമാണ് നടത്തിയത്. അതിനായുള്ള മത്സരമാണ് നടത്തിയത്. ആ മത്സരത്തെ നേരത്തെ നോക്കിക്കണ്ട തീവ്രവാദ സംഘടനകള് അവരുടെ അജണ്ട ഇരു മുന്നണികൾക്കും നൽകി. BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പാർട്ടിയെ തോൽപ്പിക്കാൻ ഇരു മുന്നണികളും ഒത്തുകളിച്ചു. ഈ കളിക്ക് ഇടനിലക്കാരനായി നിന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണെന്നും കൃഷ്ണദാസ് ആരോപിച്ചു. EP ജയരാജനും K സുധാകരനും BJPയിലേക്ക് വന്നാൽ സ്വീകരിക്കും. നന്ദകുമാറിനെ ഒപ്പം കൂട്ടിയതിൽ തെറ്റില്ലെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.